ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ. ഞാൻ നിഹ്മ തസ്നി, ഡാഫോഡിൽസിലെ മെൻറ്ററാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലേ. അപ്പോൾ കുറച്ചായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരു സെക്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ തസ്നി മാമിനെ വെൽക്കം ചെയ്യാം. വെൽക്കം മാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ ആണല്ലോ, ഓഡിബിൾ അല്ലേ? സെറ്റ് അല്ലേ? നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റൂല അല്ലേ? മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള പല സൗണ്ടും കേൾക്കുന്നതുകൊണ്ടാണ് മൈക്ക് ഓൺ ആക്കാൻ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, നിങ്ങൾ റെഡിയാണ്? ചാറ്റ് ബോക്സ്, താഴെ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. യാ, സെറ്റ് അല്ലേ? തുടങ്ങിയാലോ? എന്താണ് ഒരു ഉന്മേഷമില്ലാത്ത പോലെ? ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ടാണോ? ഏ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാടായി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഞാൻ ഓരോ ബുദ്ധിമുട്ടുകൾ കാരണം കുറച്ചൊന്ന് ഡൗൺ ആയിപ്പോയി. സോ അതുകൊണ്ടാണ് വൈകിയത്. അൽഹംദുലില്ലാ, റാഹത്താണ്, സെറ്റായി നമ്മുടെ സെഷന്. അപ്പോൾ ഇന്നലെ എനിക്ക് പെട്ടെന്നൊരു തോട്ട് വന്നു, നമുക്ക് നാളെ തന്നെ തുടങ്ങാം എന്നുള്ളത്. കാരണം നിങ്ങൾ കുറേ ആയല്ലോ വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് കൊടുത്തതിന്റെ ബാക്കിയായിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഷാല്ലാ. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ ചേഞ്ചസ് വരുത്താനുള്ള എങ്ങനെയാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആവേണ്ടത്, ഒരു ഒരു മനുഷ്യനാവേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എല്ലാ സമയത്തും എൻ്റെ മുന്നിൽ കൂടുതലും കുട്ടികളാണ് വന്നിരിക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് നല്ലൊരു അവരുടെ ആ ഒരു ചിരിയും ആ ഒരു ലൈറ്റ് പാസ് ചെയ്തിട്ടാണ് അവരിയ്ക്കാറുള്ളത്. അപ്പോൾ ഇൻഷാല്ല, ഏതായാലും നമ്മുടെ ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ എല്ലാവരും ക്യാമറ ഒക്കെ ഓഫ് ആക്കിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല പ്രോപ്പർ ഡ്രസ്സിൽ ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കുക. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോ ഇതില് നമ്മുടെ ഒരു ഗ്രൂപ്പില് 2000-ൽ പരം ആളുകളുണ്ട്. പിള്ളേരെല്ലാം രക്ഷിതാക്കളുണ്ട്. ഒരു ഗ്രൂപ്പില് ഞാൻ സെലക്ട് ചെയ്ത 150 പേരാന്ന് തോന്നുന്നുണ്ട്. അത്രയും പേരുണ്ട്. അപ്പൊ ടോട്ടലി എന്താ പറയാ, ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ ലിങ്ക് എത്തിയിട്ടുണ്ട്. ബട്ട് പഠിച്ച റബ്ബ് ദൈവം തമ്പുരാൻ ചൂസ് ചെയ്ത കുറച്ച് പേര് മാത്രമാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തണം, ഇങ്ങനൊന്നും ആയാൽ പോരാ എന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കും വന്ന് കയറിയിട്ടുണ്ടാവുക. യെസ്, അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുകൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ലൈഫ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, അല്ലേ? സെക്കൻഡുകൾ അടുക്കി വെച്ചിട്ട് ഒരു 63 വയസ്സായിട്ടുള്ള ഒരാൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,995 ദിവസങ്ങൾ മാത്രമാണ്. അപ്പോ അത്രയും ദിവസങ്ങളായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്, ഒരു കോണിയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളില് ഇനി എത്ര ബാക്കിയുണ്ട്, എത്ര കഴിഞ്ഞു പോയി. നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് നമ്മൾ എപ്പോഴും നോക്കുന്നത് പല കാര്യങ്ങളും എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താവണം ഫ്യൂച്ചറിൽ
ഈ നിമിഷം നമ്മൾ എപ്പോഴും ജീവിക്കാൻ മറന്നു പോകുന്നു. എപ്പോഴും നമ്മൾ സന്തോഷവും സമാധാനവും കണ്ടെത്തേണ്ടത് ഈ നിമിഷത്തിലാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ഞാൻ ഓക്കെ ആണോ, ആ സെക്കൻഡ് ഞാൻ എങ്ങനെ ഓക്കെ ആക്കാൻ പറ്റും, ഇത്തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എപ്പോഴും കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിച്ച് ചിലപ്പോൾ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ എന്ത് ചെയ്യും, കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് എന്താ പറയാ കഴിഞ്ഞു പോയിട്ടുള്ള ഹാപ്പിനെസ് ആലോചിച്ച് സന്തോഷിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഭാവിയിലെ കാര്യങ്ങൾ ചിന്തിച്ച് ഇനി എന്താവും, സ്വാഭാവികമായിട്ടും മക്കളെ പഠിത്തത്തെ കുറിച്ചിട്ടായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെ ഓരോ എന്താ പറയാ ഇനി എന്താവും, അവരെന്താവും, ഇവരെന്താവും, അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവാ. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒറ്റ സെക്കൻഡ് കേട്ടോ, ഞാന് AC ഓണാക്കാൻ പറഞ്ഞു, ഭയങ്കര ചൂട്. ജസ്റ്റ് ഓക്കെ, സെറ്റ്. അപ്പോ പൊതുവെ കോട്ടിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. രണ്ടാമത് കോട്ടിട്ടിട്ടേ കയറാവൂ എന്നുള്ളത് അപ്പുറത്തുനിന്ന് വന്നപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു എന്നുള്ളതാണ്. ഭയങ്കര ചൂട്. യെസ്, ഓക്കെ, തുടങ്ങാം. അപ്പൊ പലപ്പോഴും നമ്മൾ മക്കളുടെ ഭാവിയെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള ചിന്താഗതികളാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയങ്ങളാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. ചിലപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ജീവിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ സന്തോഷവും നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആരുടെയൊക്കെയോ കൈകളിൽ എന്തൊക്കെയോ ഏൽപ്പിച്ച് അത്തരത്തിലാണ് ഉള്ളത്. നമ്മുടെ ഹാപ്പിനെസിന്റെ താക്കോൽ വരെ മറ്റുള്ളവരുടെ കയ്യിലാണ് പലപ്പോഴും ഉള്ളത്. നമ്മള് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മയാണ്, അതുപോലെ തന്നെ ഭാര്യയാണ്, അതുപോലെ തന്നെ എന്താണ് മരുമകളാണ്. അപ്പോൾ ഒരു മകളാണ്. ഒരുപാട് റോള് ഏറ്റെടുത്തിട്ട് ഞാൻ എന്തൊക്കെയോ ആവണം, എന്തൊക്കെയോ ആണ്, പലരുടെ കുറ്റപ്പെടുത്തലുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മളെന്ന വ്യക്തിയെ നമ്മൾ സ്നേഹിക്കാനും പരിഗണിക്കാനും കൂടെ നിർത്താനും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. നമ്മൾ ഓരോരുത്താണെങ്കിൽ നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആണ്, അല്ലേ? പലപ്പോഴും നമ്മുടെ കൈവിട്ട് എപ്പോഴും ഒരു മനുഷ്യൻ ഹാപ്പി ആയിരിക്കണമെങ്കിൽ അവന്റെ മൈൻഡ്, സോൾ, ബോഡി, ഈ 3 സംഭവങ്ങളും, മനസ്സും ആത്മാവും ശരീരവും ഒരേപോലെ ഒരേ ഇതിലായി കഴിഞ്ഞാൽ അവനിക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കാൻ പറ്റും. ശരിയാണ്. അപ്പോ ഇത്തരത്തില് കാര്യം എങ്ങനെയാണ് നമ്മളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക? നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ മാറാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകൾ മാറും. നമ്മൾ ചില സമയത്ത് നമ്മൾ നല്ല ഓക്കെ ആയിരിക്കും, നല്ല ഹാപ്പി ആയിരിക്കും, അല്ല ആ സമയത്ത് മക്കളും ഹാപ്പിക്കാരും, ഹസ്ബൻഡ് ഹാപ്പിക്കാരും, വീട്ടിലുള്ളവരൊക്കെ ഹാപ്പിക്കാരും. നേരെ മറിച്ച് ചില സമയത്ത് എന്താ ഉണ്ടാവുക, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയം ഉണ്ടാവും. ആ സമയത്തോ മൊത്തത്തിൽ വശീകരം. നമ്മളെ മുഖം, ഈ ചിരി എന്ന് പറയുന്നത് നമുക്ക് ദൈവം തമ്പുരാൻ കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയൊരു സംഭവമാണ് ചിരി. അപ്പൊ ഈ ചിരിയൊക്കെ കെട്ടുപോയിട്ട് വല്ല കടന്നലും കുത്തിയ പോലെ മുഖം വേർപ്പിച്ച് കാരണം നമ്മളുണ്ടാവുക. നമ്മൾ ഒരാൾ വിചാരിച്ചാലും നമ്മുടെ വീട് സ്വർഗാക്കാനും മൊത്തം പ്രോബ്ലം കാരണം നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മതി നമ്മുടെ വീട് സ്വർഗാക്കാനും പറ്റും, നരകാക്കാനും. നേരെ മറിച്ചിട്ട് നമ്മുടെ ഹസ്ബൻഡുമാര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്ര കൊളാക്കാൻ പറ്റൂല. അത് 100% ഉറപ്പാ. നമ്മൾ വിചാരിച്ചാല് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുളം തോണ്ടാൻ പറ്റും എന്ന് പറഞ്ഞാൽ കുളം തോണ്ടാൻ പറ്റും. അപ്പോ അതേപോലെ തന്നെ ഏറ്റവും ബെറ്റർ ആക്കാനും നല്ല രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു സ്വർഗം പോലെ ആക്കാനും നമ്മൾ വിചാരിച്ചാൽ പറ്റും. അപ്പൊ ഒരു വീടിന്റെ ഒരു രാജകുമാരി എന്നുള്ളൊരു പട്ടം നമുക്കുണ്ട്. പക്ഷേ ആ ഒരു രാജകുമാരിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. പടച്ച റബ്ബ് ചോദിക്കപ്പെടുന്ന 2 സംഭവമാണ്. ഒന്ന് നമ്മുടെ ടൈം,
ഒന്ന് നമ്മുടെ സമ്പത്ത്. പക്ഷെ സമ്പത്ത് നമ്മൾ എപ്പോഴും എന്താക്കും, സൂക്ഷിച്ചായിട്ട് ആണ് ഇക്കാരം ഉപയോഗിക്കുക. അങ്ങനെ ചെലവാക്കിയാൽ അതായിരിക്കും, ഇങ്ങനെ ചെലവാക്കിയാൽ ബുദ്ധിമുട്ട്, അങ്ങനെ അത്തരത്തിലാണ് ഉപയോഗിക്കുക. പക്ഷെ സമയം പോണത് നമ്മൾ അറിയലുണ്ടോ? സമയത്തിന് നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? ഇല്ല, പലർക്കും ഇല്ല. പലരും നമ്മുടെ സെഷൻസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് സമയത്തെ കുറിച്ചൊക്കെ പഠിച്ച് നിയന്ത്രിക്കാനും ടു ഡു ലിസ്റ്റ് ഒക്കെ സെറ്റ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ ഒന്നിനെ കുറിച്ചിട്ടും ബോധേഡ് അല്ലാണ്ട്, നമ്മൾ അപ്ഡേറ്റ് ആവാണ്ട്, നമ്മൾ ഇങ്ങനെ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഇത്തരത്തിലായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്നറിയോ? കാലങ്ങൾ അങ്ങ് കഴിയും. ഇപ്പം തന്നെ എത്ര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കോണിപ്പടി നമ്മൾ കയറി കഴിഞ്ഞു. ഒരു 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ പകുതി കഴിഞ്ഞു. ഇനി അപ്പുറത്തേക്ക് ആ പകുതി 60 വയസ്സിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 30 വർഷം കൂടെ നമുക്ക് ഉണ്ടാവുമോ എന്നുള്ളത് പറയാൻ പറ്റൂല. ആ 30 വർഷം കൂടെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്നെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയാം. തസ്നിയ അവൾ അങ്ങനെയാ, അവൾ ഇങ്ങനെയാ, അവൾ സൂപ്പറാ, അവൾ അതാണ്, അവൾ ഇതാ, അവൾ നല്ല ഉമ്മയാണ്, നല്ല ഭാര്യയാണ്, നല്ല മരുമകളാണ്, അവൾ അത്തരത്തിൽ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാവണം നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. അത് നമ്മൾ എന്താ പറയാ, ഈ ജാട വെച്ചിട്ട് അങ്ങനെ ഞാൻ നല്ല കുട്ടി ചമയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗ്രൗണ്ടഡ് ആയി നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എല്ലാവരും ആകർഷിക്കാൻ തുടങ്ങും. എല്ലാവർക്കും നമ്മളോട് ഒരു പ്രത്യേക ഇഷ്ടം തുടങ്ങും. ആ ഒരു ഇഷ്ടത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആ ഇഷ്ടത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കേണ്ടത് എങ്ങനെയാ എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത സെഷനിൽ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈം ഒരു ടു ഡു ലിസ്റ്റ് സെറ്റ് ആക്കിയിട്ട് ഓരോ ടൈമും എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ലൊരു ധാരണ ഉണ്ടാവണം. അങ്ങനെ ആ ധാരണ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മക്കളും അത് കണ്ടിട്ടാ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ചലനങ്ങളും അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഓരോ ചലനങ്ങളും നോക്കിയിട്ടാണ് അവരുടെ ലൈഫിൽ അവർ അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ, എന്റെ കുട്ടി നന്നാവണം, എന്റെ കുട്ടി ബെസ്റ്റ് ആവണം, എന്റെ കുട്ടി സൂപ്പർ ആവണം, അവൻ ടോപ്പ് ആവണം, ഇത്തരത്തിൽ ഇങ്ങനെ നമ്മൾ പറയുന്നു, എന്താ പറയാ, ചിന്തിക്കുന്നു. പക്ഷേ ആ ചിന്ത മാത്രം കൊടുത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാല് അവർ ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ അവർക്ക് നമ്മൾ മാതൃകയാവണം. മാതൃകയാവൽ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ആദ്യം തന്നെ നമ്മള് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? എന്റെ സൗണ്ട് ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ? ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്തേ. ഓക്കെ, സെറ്റ്. അപ്പോ എന്താ പറയാ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആവണം. നമ്മൾ ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് കണ്ട് നമ്മുടെ മക്കള് പഠിക്കും. ഇപ്പൊ നേരത്തെ നീക്കുന്ന ഒരു ഉമ്മ, ഇപ്പോ നെക്സ്റ്റ് 1-ാം തീയതി മുതൽ നമ്മൾ മെഡിറ്റേഷന്റെ സെഷൻ വെച്ചിട്ടുണ്ട്. 5:30ക്കാണ് സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഏറ്റവും മൈൻഡൊക്കെ നല്ല പവർഫുൾ ആക്കി, നമ്മളിൽ ഒരു ശാന്തത കാര്യങ്ങളൊക്കെ കിട്ടി, നമ്മൾ പവർ ആയിട്ട് നമ്മൾ ആ ഒരു ഹാപ്പിനെസ്സോട് കൂടിയിട്ട് രാവിലെ നേരത്തെ നീക്കുന്ന, ആ നേരത്തെ നീക്കുമ്പോ തന്നെ നമ്മളൊരു ദിക്റൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, അൽഹംദുലില്ലാഹി ലദി അഹ്യാന, അങ്ങനെ ഒരു ദിക്റൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ദിക്ർ വെറും അതങ്ങ് ചൊല്ലി നീറ്റ് ഓടി പോവാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ആ ഒരു ബെഡിൽ നീറ്റ് ഇരുന്നിട്ട് ആ ഒരു പുതിയ ദിവസത്തിന് നമ്മൾ ഹംദ് പറഞ്ഞിട്ട്, കാരണം നമ്മളെ കൂടെ കിടന്നുറങ്ങിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും, നീക്കാൻ പറ്റാതായവരുണ്ടാവും, അതേപോലെ തന്നെ രാവിലെ മരിച്ചു പോയവർ. കാരണം നമ്മൾ രാത്രിയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു മരണത്തിന് തുല്യാണ് അല്ലെ. നമ്മുടെ കൈകളിലല്ല. നമ്മുടെ ഒന്നും കണ്ണ് ജസ്റ്റ് ഒന്ന് കാണാണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ജസ്റ്റ് ഒരു 5 മിനിറ്റ് കണ്ണായിട്ട് കാണാണ്ടായ എന്താ ഉണ്ടാവുക? 5 മിനിറ്റ് നമ്മുടെ ശ്വാസം അങ്ങോട്ട് കിട്ടാണ്ടായ എന്താ ഉണ്ടാവുക? ഇതൊന്നും നമ്മുടെ കൈകളിലല്ല. ആണോ? അല്ല. ഒന്നും നമ്മുടെ കൈകളിലല്ല. എല്ലാം റബ്ബിന്റെ അടുത്താണ്, ദൈവത്തിന്റെ അടുത്താണ്. റബ്ബാണ് എല്ലാം തീരുമാനിക്കുന്നത്. എന്നിട്ട് നമ്മൾ പലപ്പോഴും എന്താ ഉണ്ടാവുക? തവക്കൽ അലല്ലാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷെ എന്നിട്ട് എന്താ ഉണ്ടാവുക? ആ കാര്യം തന്നെ ഏറ്റ് ഇവിടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഉണ്ടാവല് എന്തിന്? ഒരാവശ്യമില്ല. കാരണം നമുക്ക് അവിടെ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന റബ്ബിനെ
നമുക്കൊരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തവക്കൽത്തു അലല്ല എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു, കിട്ടണേ കിട്ടട്ടെ, തവക്കൽത്തു അലല്ല. പിന്നെ പിന്നെ നമ്മൾ അവിടെ കിട്ടുവോ? കിട്ടൂലേ? നടക്കൂലേ? ഇത്തരത്തിൽ ചിന്തിക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, പിന്നെ ഇപ്പൊ എന്തിനാ നമ്മൾ ആ ഡൗട്ട് അടിച്ച്? പക്ഷേ പലപ്പോഴും നമുക്ക് അതാ ഉണ്ടാവുന്നത്. അതുണ്ടാവണ എന്തുകൊണ്ടാ? നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഇല്ല. ആദ്യം തന്നെ നമ്മളിൽ വിശ്വാസം വേണം. എന്റെ റബ്ബിനെ ഞാൻ ഏൽപ്പിച്ചു, അത് റബ്ബ് ഓക്കെ, എനിക്ക് ഹൈറാണെങ്കിൽ അത് നടക്കും. ഇത്തരത്തിലാണ് നമ്മൾ ഇനി ഏതൊരു കാര്യം, മക്കളെ തന്നെ അങ്ങനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുക. ഫ്രീ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് മൈൻഡിറ്റ് ഫ്രീ ആയിട്ടിരിക്കുക. ഒരു ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മയുടെ കാലടിവാതിലാണ് സ്വർഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നതാണ് കേട്ടോ. എല്ലാരും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയൂല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചിന്ത എന്താ വെച്ച് കഴിഞ്ഞാല്, ഉമ്മയുടെ കാലടിവാതിലാണ് സ്വർഗം എന്നുള്ളത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്. ഉമ്മയാവാൻ ആർക്കും പറ്റും. പക്ഷേ ഒരു നല്ല ഉമ്മയാവാൻ കുറച്ച് പണിയുണ്ട്. കാരണം ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാക്കും. നമ്മുടെ പല സ്വഭാവങ്ങളും അവർക്ക് ദേഷ്യം ഉണ്ടാക്കും. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു കുട്ടീനെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ, അവരുടെ ഉള്ളിൽ ആ ഡയമണ്ടിനെ പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ, ഏറ്റവും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അമ്മയായാലേ ഉമ്മയായാലേ അതിന് പറ്റുള്ളൂ. നമ്മൾക്ക് നല്ല ക്ഷമ വേണം. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. നമ്മളെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളുമാണ് അവർ പഠിക്കുന്നത്. നമ്മുടെ സംസാരങ്ങളാണ് അവർ കേൾക്കുന്നത്. ഇത്തരത്തിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉമ്മയാവാൻ, ഒരു അമ്മയാവണം എന്നുണ്ടെങ്കിൽ, ആ കുട്ടി എന്താ പറയാ, ഏറ്റവും ബെസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഉമ്മയാവണം. ഇത്തരത്തിലൊരു ഉമ്മയാവണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നമ്മൾ വിചാരിച്ച കുറച്ച് പണിയുണ്ട്. ഒന്നും അത്തരത്തിലാവാൻ കഴിയൂല. അത്തരത്തിലൊരു ഉമ്മ ആവണമെങ്കിൽ, അതുകൊണ്ടായിരിക്കാം ഉമ്മയുടെ കാലടിവാതിലാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടാവാന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ഉമ്മമാരും ഓക്കെ ആണ്. പക്ഷെ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മക്കളുടെ ചില കാട്ടിക്കൂട്ടല് കാണുമ്പോൾ നമ്മുടെ ക്ഷമ നഷ്ടപ്പെടും. കാരണം എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത്, ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആണ് എന്നുള്ളത് പലപ്പോഴും നമ്മളെല്ലാരും മറന്നു പോകുന്ന ഒരു സംഭവമാണ് അത്. അപ്പോ നമ്മുടെ കയ്യിലുള്ള സംഭവം കയ്യിൽ നിന്ന് പോകും. ആ കയ്യിൽ നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസമില്ല. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഫോർഗീവ്നെസ് പ്രാക്ടീസ്. ഇതെന്ന് പറഞ്ഞാൽ കിട്ടിയതിന് അനുഗ്രഹങ്ങൾ പറയാൻ സമയമില്ല, കാണുന്നില്ല, അനുഗ്രഹങ്ങൾ കാണുന്നില്ല. അതുപോലെ തന്നെ ക്ഷമിക്കേണ്ട കാര്യങ്ങൾ, പുറത്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അതിലൊന്നും നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മുടെ അകത്തെ ലോകത്ത് തന്നെ കരി പുരണ്ട് കിടക്കുകയാണ്. പലപ്പോഴും ഈഗോ, അവർക്ക് അങ്ങനെ സംഭവിച്ചു, ഇവർക്ക് ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, ഞാൻ എന്താ ഇങ്ങനെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിനെ ആകെ കരി പുരണ്ട് കിടക്കുകയാണ്. നമുക്ക് രണ്ട് ഹാർട്ട് ഉണ്ട്. ഒന്ന് ബയോളജിക്കൽ ഹാർട്ടും ഒന്ന് സ്പിരിച്വൽ ഹാർട്ടും എന്ന് പറയും. ഈ സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയും കാര്യങ്ങൾ കൊണ്ടും മലിനമായിട്ടുള്ള ഒരു ഹൃദയം. ആ ഒരു ഹൃദയം നമ്മുടെ അകത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരി പൊടിച്ച് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മാലിന്യങ്ങൾ കൊണ്ട്, എങ്ങനത്തെ മാലിന്യങ്ങള്, നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസാരങ്ങള്, നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ, അവിടുന്നും ഇവിടുന്നും കിട്ടിയിട്ടുള്ള പല കാര്യം, ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ ആയിപ്പോയിട്ട് നമ്മുടെ സ്വഭാവത്തിലായാലും മൊത്തത്തിൽ അങ്ങ് ഇതാണ്. അപ്പോ നമ്മൾ ഓക്കെ ആവുന്ന സമയത്ത് എനിക്ക് ഇങ്ങനൊന്നും ആയപ്പോരാ, എനിക്ക് മാറണം, ഇതൊന്നും അല്ല, എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് തീരുമാനിച്ചാൽ പോലും നമ്മൾ അതിന് സമ്മതിക്കൂല. ഇന്ന് ഞാൻ ഇനി ഒന്നും ചെയ്യൂല, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന തീരുമാനിച്ചാലും ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മോള് കെൻസ എന്ന് പറയും. ഇവള് എന്താ പറഞ്ഞാല് നല്ല പഠിക്കുമായിരുന്നു, പഠിക്കും. പക്ഷേ എനിക്ക് ആദ്യത്തെ എന്റെ സ്വഭാവം ഞാനിപ്പോ കുറച്ചായിട്ടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും ബെസ്റ്റ് ഒന്നുമല്ല, പക്ഷെ എവിടൊക്കെയോ കാര്യങ്ങളൊക്കെ കറകളഞ്ഞ് ഞാൻ ഇന്നിങ്ങനെ ശരിയാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. എന്നാലും കയ്യിൽ നിന്ന് പോവലുണ്ട്. ഞാൻ അത്ര സൂപ്പർ മോളൊന്നുമല്ല. അപ്പോ ഈ കെൻസ പഠിച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഇവള് ഫസ്റ്റ് ആവണം, ബെസ്റ്റ് ആവണം, ഇത്തരത്തിലുള്ള ചിന്താഗതിയാണ്. ആ ഒരു ചിന്താഗതി ഉണ്ടായതിനെ കൊണ്ട് തന്നെ
അവക്ക് എൻ്റെ അടുത്ത് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ട്, നല്ല അടി കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഓള് ഫസ്റ്റും ബെസ്റ്റും ഒക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ അവളെ പഠിപ്പിക്കാൻ വല്ലാണ്ട് ഇരിക്കലില്ല. ചിലപ്പോൾ പഠിപ്പിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവലുണ്ട്. കയ്യിൽ നിന്ന് പോവച്ചാല് എന്തെങ്കിലും നമ്മൾ കുറേ വട്ടം പറഞ്ഞു കൊടുത്താല് അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ദേഷ്യം വരും. പിന്നെ അവിടെ പോയിട്ട് ഫോർഗീവ്നെസ് ചെയ്യാനും അവരുടെ അടുത്ത് ക്ഷമ ചോദിക്കുക അതിനും ഇതിനൊക്കെ പോകേണ്ടി വരും. തൽക്കാലം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇരിക്കുന്ന ടേബിളിന്റെ നേരെ താഴെയാണ് അവൾ ഇരിക്കുക. അപ്പൊ ഞാൻ മേലെ നിന്ന് ഇങ്ങനെ നോക്കും ഇവള് പഠിക്കുന്നുണ്ടോ എന്നുള്ളത്, ഇവൾ എന്താ ഇരിക്കുന്നുള്ളത്. അപ്പൊ കെൻസ എന്ന് വിളിക്കുമ്പോ അവളവിടെ നീക്കും. അപ്പോ എനിക്കതില് ഞാൻ ഹാപ്പിയാണ്. കാരണം ഇവളെ കൂടെ ഇരുന്ന ചിലപ്പം ചീത്ത പറയേണ്ടി വരും, അടിക്കേണ്ടി വരും. പക്ഷെ ഇന്ന് നേരെ മറിച്ചിട്ട് അവൾ മുകളിലിരുന്ന് കെൻസ എന്താ അവിടെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാ, അപ്പൊ എനിക്ക് അവിടുന്ന് കാണാനും പറ്റും. ഇപ്പൊ എന്താണ്, രണ്ടാൾക്കും സുഖമാണ്. പക്ഷെ വീട്ടുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പോലെ അതും ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. കാരണം ഉമ്മ കുറച്ച് എന്താ പറയാ ഏജ്ഡ് ആണ്. പക്ഷേ ആദ്യത്തെ പോലെ പഠിപ്പിക്കാൻ ഇരിക്കാത്തത് കൊണ്ട് തന്നെ ഇവളെ നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇപ്പൊ പഠിപ്പിക്കൊന്നുമില്ല. ആദ്യമൊക്കെ നല്ല തച്ച് പഠിപ്പിച്ചിരുന്ന ദസ്തി, ഇപ്പൊ അതിനൊന്നും ദസ്തീനെ കിട്ടലില്ല. ഇപ്പൊ ഓളെ കാര്യമായിട്ട് നടക്കുക. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഇവിടെ ഉണ്ടാവലുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കേൾക്കലുണ്ട്. പക്ഷെ എന്താ എന്റെ ഉള്ളിൽ ഉണ്ടാവല്, ഞാൻ റബ്ബിനെ ഏൽപ്പിച്ച റബ്ബ് നോക്കിക്കോളും. പക്ഷെ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. എങ്ങനെയൊക്കെ ഏതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളുടെ കൂടെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കരുത്. ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ, എല്ലാ കാര്യം ചെയ്തു കൊടുത്താല് ഒരു നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കും. നേരെ മറിച്ച് നമ്മുടെ മക്കൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവരെ കൊണ്ട് തന്നെ സ്വയം ചെയ്യിപ്പിക്കുക. ഇന്ന് ഇന്ന് ഞാൻ മോർണിംഗിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അവൾക്ക് പനിയല്ല, വായിൽ മുറിവ. എക്സ്പീരിയൻസിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കത്തും. വായിൽ മുറിവായപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഞാൻ ലിസ്റ്റ് എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ, പറ്റൂല, നീ വലിയൊരു ഇതിൽ പോയിട്ട് വരി നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാവില്ല, ഞാൻ ലിസ്റ്റ് എടുക്കാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവള് പറഞ്ഞയച്ച് ഞാൻ ബാക്കിൽ അവിടെ നിന്ന്. അപ്പൊ തന്നെ അവിടുന്ന് ചോദിച്ച് ഈ കുട്ടീനെ മാത്രം പറഞ്ഞയച്ചിരിക്കുന്നത് എന്താ, വലിയവരൊന്നും ഈ കുട്ടീന്റെ ഒപ്പം ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഒക്കെ ഒരു ജാതിയായി. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാൻ ഇവിടെ ഉണ്ട്, അവൾ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ സൈഡിൽ നിന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ അവളത്ത് പറഞ്ഞു ഇപ്പൊ ചിലര് നമ്മുടെ കാര്യങ്ങള്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത് സ്വയം കുട്ടികളിൽ തന്നെ വരണം. അവരുണ്ടാക്കി എടുക്കേണ്ട അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ വരും, ഇപ്പൊ ചെയ്താൽ ശരിയാവില്ല, അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവരെ തളർത്തല. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അത് പറഞ്ഞപ്പോ അവർക്ക് ജാതിയായി ഒരുമാതിരിയായി. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് നീ ഉമ്മച്ചെടുത്തോ. ഞാൻ പറയാം ഈ മുഴുവനാക്കിയിട്ടുണ്ട് പോര്, പറയുന്നവരോട് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നേരെ മറിച്ചിട്ട് ആ ഇരിക്കുന്ന ആ ഒരു ചേച്ചി കുട്ടിയാ വന്നിരിക്കുന്നത്, ഇവള് സ്വയം ഏറ്റെടുത്ത് ഇവരിതൊക്കെ ചെയ്യാനായോ എന്നുള്ള ലെവല് നല്ല മിടുക്കി എന്ന് പറയുകയാണെങ്കിൽ അവൾക്ക് എന്താവും, അതൊരു പ്രോത്സാഹനം. നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇവള് ഇങ്ങോട്ട് വന്നേക്കന്നെ ഞാൻ പറഞ്ഞു നല്ല കുട്ടിയാണ് കേട്ടോ, അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണ്ടത്. കാരണം അവക്കും അവൾ അനിയനിക്കും ഉണ്ട്, രണ്ടുപേർക്കുള്ള ലിസ്റ്റ് എടുത്ത് വന്നില്ല, സൂപ്പർ. ചിലരെന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ കഴിവിനെ നിരുത്സാഹപ്പെടുത്തും. ഓക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മൾ അവിടുന്ന് ബാക്കിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവില്ല, അടുത്ത ചാൻസ് കിട്ടൂല. നിരുത്സാഹപ്പെടുത്തുന്നത് അവിടെ പെടുത്തിക്കോട്ടെ, അതൊക്കെ എന്റെ കുട്ടിയുടെ ഫോക്കസ് പോവണ്ട. നമ്മൾക്ക് നീ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, ഓക്കെ നിനക്ക് ഇനിയും ചെയ്യാം. തെറ്റാണെങ്കിൽ അതൊന്ന് മാറി. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ശരിയും തെറ്റും വേർതിരിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാല് ആ കുട്ടി ഏറ്റവും ബെറ്റർ ആയിരിക്കും, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നേരെ മറിച്ച് എല്ലാത്തിനും കുറ്റപ്പെടുത്തിക്കാണ്ട് എല്ലാത്തിനും നോ 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 എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ അവിടുന്ന് രക്ഷ ഉണ്ടാവില്ല. ഇതൊക്കെ അവരുടെ ഇന്നർ ചൈൽഡിൽ അവിടെ ഉണ്ടായിട്ട് കിടക്കും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾക്ക് പോലും പലതിനും പേടി. ഇത് ചെറുപ്പത്തിലൊന്നും അങ്ങനെ കാണൂല, വലുതാവുമ്പോ ഇവര് ഭയങ്കര പേടിയും കാര്യങ്ങളും, ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ല, ഇത്തരത്തിലേക്കാരം ഇവരുണ്ടാവുക. നേരെ മറിച്ച് ചെറുപ്പം മുതൽ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ വലുതാവുമ്പോഴും മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പോ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. കുട്ടികളെ നന്നാക്കാൻ ആരും വിചാരിക്കണ്ട. അപ്പൊ നമ്മളെ നന്നാക്കാനുള്ള ഒരു യാത്രയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അപ്പൊ നമ്മളെ നന്നാക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നതിൽ തന്നെ ഒരു ക്ലാരിറ്റി വേണം. കാരണം രാത്രിയിൽ കിടന്നു, ആ കിടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം നമ്മളൊന്ന് ഓർത്ത്, നമ്മളെല്ലാരും അൽഹംദുലില്ലാ ഒക്കെ 33 വട്ടം പറയലുണ്ടാവൂലേ, ഇല്ലേ? ചിലര് പറയലുണ്ടാവും, ചിലര് പറയില്ല, ചിലര് റീൽസും കണ്ടിട്ട് ഒരു വികല് അല്ലേ, അതെല്ലാം ഉണ്ടാവല്. അതൊക്കെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു.
എല്ലാം കഴിഞ്ഞു കിടക്കാൻ വന്നു, കിടന്നതിന് ശേഷം ആണ് റീൽസ് കാണുന്നുള്ള സ്വഭാവം. അപ്പോ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റീൽസ് കണ്ടിട്ട് എന്താ പറയാ, ദിവസം ഒരുപാടായി. യൂട്യൂബിൽ വേണ്ടാത്തത് കണ്ടിട്ട് വേണ്ടാത്തത് മീൻസ് നമുക്ക് ആവശ്യമുള്ളതിന് നമ്മൾ സമയം കണ്ടെത്തുക. എനിക്ക് സമയം പോണം നമ്മൾ അറിയാം. ഫോണിട്ടൊന്നും ഇങ്ങനെ റീൽസും തോണ്ടിയിരുന്ന സമയം പോണതാണ്ട് അറിയൂല. അപ്പോ നമ്മൾ അതിലൊക്കെ സമയം വെക്കാം. ഞാൻ ഇത്ര ടൈമില് ടു ഡു ലിസ്റ്റ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നിർബന്ധമായിട്ട് വേണം. ടു ഡു ലിസ്റ്റ് ഇല്ലാത്തവന്റെ ലൈഫാണ് എന്താവുന്നത്, വൈകുന്നേരം വരെ പണിയെടുത്ത് എന്താ സാറ്റിസ്ഫൈഡ് അല്ല, ഒന്നിനും ഒരു തൃപ്തി ആവില്ല. എന്നും നേരം വിളിക്കണ്, ഞാൻ കുറേ പണിയെടുക്കണ്, അടുക്കളയിൽ കിടന്ന് തിരിയണ്, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവണ്, എന്നും എനിക്ക് തന്നെ പണി. ഈ ഒരു ചിന്താഗതി വരുന്ന എന്തുകൊണ്ടാ അറിയോ? ടു ഡു ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താത്തത് കൊണ്ട്. ആർക്കോ വേണ്ടി ജീവിക്കും. നമ്മുടെ ഹാപ്പിനെസിന്റെ താക്കോല് മറ്റുള്ളവരുടെ പോക്കറ്റിൽ ആയതുകൊണ്ട്. ഒരു ചത്ത മീനും ജീവനുള്ള മീനും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾക്കറിയോ? എന്താണ് ചത്ത മീനും ജീവനുള്ള മീനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജീവനുള്ള മീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനേണ്ടാ പോണ്ടിയത് അങ്ങടാണ് അത് പോവാ. എവിടേക്കാണോ അതിന് പോവേണ്ടത് അങ്ങടാണ് ആ മീൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ചത്ത മീനാ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ ആവേണ്ടത്? ചത്ത മീനാവണോ ജീവനുള്ള മീനാവണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ നിങ്ങളുടെ ഹാപ്പിനെസിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലായിരിക്കണം. നിങ്ങൾ ഹാപ്പി ആവാൻ വിചാരിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെറ്റ് ആവും, എല്ലാം സെറ്റ് ആവും. മക്കളുടെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം സെറ്റ് ആവും. അപ്പൊ സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? രാവിലെ മുതലേ തുടങ്ങണം. രാവിലെ തുടങ്ങുന്നത് രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരില്ല? ഓക്കെ, ഓക്കെ. അപ്പോ കിട്ടിയിട്ടുള്ള സംഭവങ്ങളിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്. നൈറ്റില് നമ്മൾ ജസ്റ്റ് ഒന്ന് കിടക്കുന്നതിന് മുമ്പ് റീൽസ്, ഞാനിപ്പം നൈറ്റില് ഇന്ന ടൈം കഴിഞ്ഞാൽ റീൽസ് കാണല് എല്ലായിടത്തും നിർത്തി. എല്ലായിടത്തും നിർത്തിച്ചു കഴിഞ്ഞാൽ എന്റേത് നിർത്തി, ഹസ്ബൻഡിന് നിർത്തി. കാരണം ഇന്ന ടൈം കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മക്കളും എടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവരും ചെയ്യണത്. അപ്പോ എന്ത് ചെയ്യാച്ചാല് ഇന്ന സമയത്തിനുള്ളിൽ ഫോൺ കാണൽ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അവിടെ മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ഇരിക്കുക. കണ്ണടച്ചിട്ട് റബ്ബിനെ കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കുക. ആ ഒരു ഇരുത്തം പ്രാക്ടീസ് ചെയ്ത് 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 അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ നമ്മളൊന്ന് നമ്മളിലേക്ക്, നമ്മുടെ അകത്തെ ലോകത്തിലേക്കൊന്ന് സഞ്ചരിക്കുന്നതാണ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് ചെയ്ത് നമുക്ക് നല്ല കണക്ഷൻ കിട്ടും. നമ്മൾ നല്ല സമാധാനവും സന്തോഷവും കിട്ടും. ഒന്ന് കൂൾ ആൻഡ് കാം ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് ഇരിക്കുക. നമ്മൾ ബ്രീത്ത് ഒരു 7 ടൈംസ് ഒന്ന് ശ്വാസം എടുക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചോളൂ എല്ലാരും. ഒന്ന് നട്ടല് നിവർന്ന് കണ്ണടച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഇരിക്കുക. ഞാൻ ജസ്റ്റ് ഒരു പ്രാക്ടീസിൽ എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾ ശ്വാസകത്തേക്ക് എടുക്കുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. Once again, deep breathing. Breathe out slowly. ഒന്നുകൂടെ ശ്വാസകത്തേക്ക് എടുക്കുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസം അകത്തേക്ക് പോകുമ്പോഴും സ്നേഹവും സമാധാനവും സന്തോഷവും റബ്ബിൽ നിന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ അകത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഔട്ട്. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ, നെഗറ്റീവ് ചിന്തകൾ, വേണ്ടാത്ത എന്തെല്ലാം നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ടോ, അതെല്ലാം കറുത്ത പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. എങ്ങനെയാണ്? ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ സ്നേഹവും സമാധാനം സന്തോഷവും റബ്ബിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും അകത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക. അകത്തെ ലോകം ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് ചിന്തകൾ, എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ അതെല്ലാം കറുത്ത പുകയുടെ രൂപത്തിൽ
പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട് സ്ലോലി. വൺസ് അഗെയിൻ, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട് സ്ലോലി. ഓക്കെ, കൈകൾ രണ്ടും കൂട്ടി വെച്ചിട്ട് കണ്ണുകൾ തടവി പതിയെ തിരിച്ചു വരും. യെസ്, ഓക്കെ. അപ്പോൾ ഇത്തരത്തില് നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ഇങ്ങനെ അപ്പൊ തന്നെ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും. ആ സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യോ, നമ്മുടെ റബ്ബിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കാം. ഒന്ന് 33 വട്ടം ഒന്ന് അല്ലാ അല്ലാ ഇത്തരത്തിലൊന്ന് ഇങ്ങനെ വിളിച്ചേക്ക്, നല്ലൊരു സുഖം കിട്ടും. ആ ഒരു കൂളാൻ കാമായിരുന്നിട്ട്. അതുപോലെ തന്നെ ഹംദ് പറയാം. അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറയുമ്പോൾ, പഠിച്ചോനെ എനിക്ക് രാവിലെ നല്ല രീതിയിൽ നീക്കാൻ പറ്റി, ഒരു ആപത്തുമില്ലാണ്ട് നീക്കാൻ പറ്റിയതിന് നന്ദി, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മക്കളുടെ അടുത്ത് നല്ല രീതിയിൽ ചിരിച്ചോണ്ട് സംസാരിക്കാൻ പറ്റി, അൽഹംദുലില്ലാ. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി, അൽഹംദുലില്ലാ. ഇത്തരത്തിൽ ഇങ്ങനെ ഹംദ് പറയാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആവും, ക്ലീൻ ആവും. അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ പതിയെ 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 ക്ലിയർ ആയിട്ട് വരും. നമുക്ക് സമാധാനം സന്തോഷം കിട്ടാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഉണ്ടാവരുത്, അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ഇത് വരിക. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇതൊന്നും ചെയ്യാണ്ട് കിടന്നു ഒന്നുമില്ല, ജസ്റ്റ് കൂടുതലായിട്ടൊന്നും ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ ഒരു 7 തവണ നമ്മൾ ഇങ്ങനെ ശ്വാസം എടുത്ത് ഇങ്ങനെ വിടുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അനുഗ്രഹങ്ങളൊക്കെ അകത്തേക്ക് പോകുന്നതായിട്ടും ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ടും ഇങ്ങനെ ഇരുന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടും. നമ്മളൊരു പ്രത്യേക സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മളിങ്ങനെ പോയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ നമ്മുടെ റബ്ബിനെ കണക്ട് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ റബ്ബിനൊന്നിങ്ങനെ വിളിച്ചു നോക്കിക്കേ, നമ്മൾ പോലും അറിയാണ്ട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ആഗ്രഹിക്കുന്നത് അങ്ങനെ സിമ്പിൾ ആയിട്ട് കൈക്ക് കിട്ടാൻ തുടങ്ങും. നിങ്ങളിങ്ങനെ ഇതെന്ത് മാജിക്കാ എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്. അതേപോലെ തന്നെ ഹംദ് പറയാം. ഹംദ് പറയുമ്പോൾ കിട്ടിയതിന് നന്ദി നമ്മൾ പറയുമ്പോൾ റബ്ബ് കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമുക്ക് ഇട്ട് തരുന്നുള്ളതാണ്. ഈ 2 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, രാവിലെ എണീക്കുന്ന കാര്യം. രാവിലെ എണീക്കുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ബെഡിൽ തന്നെ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹിയൊക്കെ പറഞ്ഞ് നമ്മൾ എണീറ്റ് പോരുമ്പം ആ ഒരു ഹംദ് പറയുമ്പോൾ തന്നെ ആത്മാർത്ഥമായിട്ട് ഹംദ് പറയാം. രാവിലെ നീക്കാൻ കഴിഞ്ഞതിന് ആ ഒരു ഇരുത്തത്തിൽ തന്നെ ഹംദ് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഒന്ന് ഇരുന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, ഇന്നത്തെ വൈകുന്നേരം വരെ എങ്ങനെ ആക്കി തീർക്കണം എന്നുള്ളതും ഞാൻ എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഒന്ന് ഇങ്ങനെ ചിന്തിക്കാം. പിന്നെ എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ചിരി ഉണ്ടല്ലോ, ഇത് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു ലൈറ്റാണ്. ഈ ലൈറ്റ് കെട്ടുപോകുന്നത് ആരും ഇഷ്ടപ്പെടൂല. ഈ ലൈറ്റ് കെട്ടാ പിന്നെ നോക്കെന്താ പറ്റിയിരിക്കണ് ഈ ഒരു സംസാരിക്കാരം അല്ലേ. ഇരുട്ടുള്ള റൂമിൽ നമുക്ക് ഇരിക്കാൻ ഇഷ്ടമുണ്ടോ? ഇരുട്ടാണെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കറണ്ട് പോയിക്കണ്, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് ആരെങ്കിലും പറയോ? എങ്ങനെയെങ്കിലും അവിടെ ലൈറ്റ് ഇടാനുള്ള, എങ്ങനെയെങ്കിലും അവിടെ പ്രകാശം കൊണ്ടുവരാനുള്ള വഴി നമ്മൾ അന്വേഷിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിരി എന്ന് പറയുന്നത്. ഇതൊരു പ്രകാശമാണ്. നമ്മളിലൂടെ ആ ഒരു പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഈ ചിരി കെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇരുട്ട് വരും. ആ ഇരുട്ട് വരുമ്പോഴാണ് ബക്കെന്താ പറ്റിയിരിക്കണ് എന്നുള്ള ഒരു സംസാരം അവിടെ ഉണ്ടാവുക. അപ്പൊ ബക്കെന്താ പറ്റിയിരിക്കണ് എന്നുള്ള സംസാരം അവിടെ വരാൻ പാടില്ല. കാരണം ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില കാട്ടിക്കൂട്ടലുകൾ വരുമ്പോൾ, ചിലത് നമുക്ക് സഹിക്കാനോ പൊറുക്കാനോ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ മുന്നിൽ വരുമ്പോൾ അറിയാണ്ട് നമ്മുടെ മുഖം കടന്നൽ കുത്തി പോണതാണ്. അത് എനിക്കറിയാൻ പറ്റും. അപ്പോ ഈ കടന്നൽ കുത്തി പോകുന്ന അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് റബ്ബിൽ നിന്ന് കിട്ടിയതാണല്ലോ, ഈ നിമിഷം എനിക്ക് അനിവാര്യമാണ്. ഇതിപ്പോ നമ്മൾ വിചാരിക്കാണ്ട് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് നമ്മൾ പോലും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവും. ചില സമയത്ത് ഹസ്ബൻഡുമാരുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന ചീത്തക്ക് നമ്മളൊന്നും ഉത്തരവാദി ഇല്ല ഈ കാര്യം. അപ്പൊ എവിടുന്നോ കിട്ടിയിട്ടുള്ള പ്രഷർ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരും. ആ വന്ന തെറ്റ് നമ്മൾ തലയെ കൊടുത്തിട്ടുണ്ട് ഇടും. ആ ഇടലില് നമ്മൾ ആകെ ഫ്ലോപ്പ് ആവും. പിന്നെ ആ ദിവസം തന്നെ കൊളാവും. അപ്പോ
പിന്നെന്ത് ചെയ്യും, അവർ ഓക്കെ ആയി നോർമലായി വരുമ്പോ എന്താ ഉണ്ടാവുക വെച്ചാല് ഒരു ഒക്കെ മറന്നിട്ടുണ്ടാവും ചെയ്യും. നമ്മളെ തലയിൽ കൊണ്ടുവന്നിട്ട് നമ്മളിട്ട് അവിടുന്ന് കളഞ്ഞിട്ടും ഉണ്ടാവില്ല. അതും ഏറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യും, അതൊക്കെ കൂടെ നമ്മുടെ ഫേസിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഫേസ് ഒരു സംഭവിക്കാരം. അപ്പൊ അവിടെ ചിരിയും ഉണ്ടാവില്ല, അപ്പൊ ലേറ്റും ഉണ്ടാവില്ല, അപ്പൊ ആകെ ഇട്ടേക്കാരം. അതിന്റെ അന്നത്തെ ദിവസങ്ങളായി. അപ്പൊ ഇതിന് നിക്കണ്ട. ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ചവന് അവരിലൂടെ എന്തോ അവിടെ കറക്റ്റ് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് ഇക്കാരം അങ്ങനെ വന്നിട്ടുണ്ടാവും. ശരിയാണ്, ഓക്കെ, ശരിയാണ്. അപ്പൊ എന്തോ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇക്കാരം ആ കൊല്ലത്തിലായിട്ടുണ്ടാവും. ഓക്കെ, ഈ നിമിഷം റബ്ബ് എനിക്ക് തന്നതല്ലേ, ഞാനിത് ഇഷ്ടപ്പെടുന്നു, ഞാനിത് സ്വീകരിക്കുന്നു, അൽഹംദുലില്ലാ. ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും മാറാൻ പറ്റുമെന്നില്ല കേട്ടാ. നിങ്ങൾ വിചാരിക്കണ്ട ഇന്ന് എന്റെ ക്ലാസ് കേട്ട് നാളെ തന്നെ ഞാൻ അങ്ങനാവും ഇങ്ങനാവും. അല്ല, ഇത് ഞാൻ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ട് ചിലപ്പോ എനിക്ക് ഇപ്പോഴും ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് പോലുണ്ട്. അപ്പൊ നിങ്ങൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യണ്ട, ഞാൻ നല്ല കുട്ടിയാവുന്നെന്ന് വിചാരിക്കണ്ട. പതിയെ 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 എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ആ വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ മക്കളെ പഠിപ്പിക്കാനും ബാക്കിയുള്ളവരെ ഓരോ കാര്യങ്ങൾക്കും ഡ്രസ്സ്, കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഞാൻ കല്യാണത്തിനൊന്നും വല്ലാണ്ട് ഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുക്കില്ല കേട്ടോ. സത്യം പറയണത്. ഞാൻ കംപ്ലീറ്റ്ലി കൂടുതലും പർദ്ദ ഒക്കെ ഇട്ടിട്ടാ പോരാ. കൂടുതലും ഇപ്പം പർദ്ദയ്ക്ക് മാറിയത്. ആദ്യം ഭയങ്കര മോഡേൺ ഒക്കെ ആയിരുന്നു, ഇങ്ങനെ മുടിയൊക്കെ വെട്ടി ഇത്തരത്തിലൊക്കെ ആയിരുന്നു. പിന്നെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇങ്ങനൊന്നും അല്ലടാ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് ഒരു നമ്മളിപ്പോ നമ്മുടെ ആൺകുട്ടികളിലെ ആയിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ഓക്കെ, ഒന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമുണ്ടോ, ഇല്ലല്ലോ, ഒന്നുകൂടെ പറയട്ടെ, ബോറടിക്കണ്ട, റേഞ്ച് ഇല്ലേ, ക്ലിയർ ആവണില്ല, ഞാൻ പറയണത് ഓക്കെ അല്ലേ? യെസ് ഓർ നോ? കേൾക്കുന്നില്ല? ആ, ഓക്കെ, സോറി. ഇപ്പോ ഞാനിത് മുമ്പേ ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആദ്യമൊന്നും എനിക്ക് ഇത്ര ഒരു ചിന്താഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഭയങ്കരമായിട്ട് നമ്മുടെ വെല്ലുമ്മമാർക്ക് നമ്മൾ തട്ടടാണ്ട നടക്കുന്നു അല്ലാണ്ട് പറ്റൂല. അപ്പോ ഞാൻ വല്യമ്മയുടെ കുട്ടിയായിരുന്നു. പക്ഷെ വല്യമ്മമാർക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടീകാരം നല്ലപോലെ കൊണ്ടെടുക്കും ചെയ്യും. ഉമ്മാരെക്കാട്ടിലും കെയർ ചെയ്ത് അങ്ങനെ കൊണ്ടെടുക്കും. അപ്പൊ വല്യമ്മാന്റെ ഒരു കുട്ടിയാണ്. അപ്പൊ എന്തും ഞാൻ അവിടെ മീറ്റ് ചെയ്ത് കണ്ടൊക്കെ പോന്നതാ. അപ്പൊ തന്നെ എന്നോട് ചോദിക്കാലോ, ഉമ്മയുണ്ട് വല്യമ്മയുണ്ട് അവിടെ. പക്ഷെ ഉമ്മന്റെ അടുത്ത് എന്താ ഒന്നും ചോദിച്ചല്ലോ. വല്യമ്മന്റെ അടുത്ത് ഇന്റെ കുട്ടീന്റെ മുഖത്തുള്ള കുരുയൊക്കെ വീണ്ടും കൂടിയിക്കണില്ലേ, അതിന് ആരടുത്തെങ്കിലും കാണിക്കണ്ടേ. അപ്പൊ എനിക്ക് അപ്പൊ അത്രക്ക് പോലും ഇന്നിപ്പോഴും നോക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പറയാനുള്ളത് തെസ്നീക്കല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്, എല്ലാതും പാത്തേച്ച് കാത്തിരിക്കും. അപ്പൊ അതാണ് വല്യമ്മ. അപ്പൊ വല്യമ്മാന്റെ ഇപ്പൊ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലേക്ക് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. വല്യമ്മാനെ ഇഷ്ടക്കുറവുണ്ടല്ല, ഈ തട്ടുണ്ടല്ലോ ഇതിങ്ങനെ തട്ടടേ 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 ഇതിങ്ങനെ പറഞ്ഞു കണ്ടിരിക്കാനും. അപ്പൊ ആൾക്കാരെ ഇടയെന്നൊക്കെ, കാരണം ഞാൻ അന്നൊക്കെ ഭയങ്കര എന്താ പറയാ നിൽക്കുന്ന അറിയില്ല, മുടിയൊക്കെ ഇങ്ങനെ വെട്ടി തട്ടൊന്നും വല്ലാണ്ട് ഇടാണ്ട് അത്തരത്തിൽ അങ്ങനെയാണ്. പക്ഷെ എന്റെ കെൻസോ തട്ടടാണ്ട് എപ്പോഴും പോക്കില്ല, എന്റെ അടുത്ത് കൂടെ പോയിട്ടില്ല ചെറുപ്പത്തിലെ കാര്യം. അപ്പോ 5ാം ക്ലാസ്സിലെ ആൾ എത്തിയിട്ടുള്ളൂ. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കെൻസക്ക് എന്താണ് അതേപോലെ ആവാൻ എന്താ ചെയ്യേണ്ടത്, കുട്ടി തട്ടിടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വരലുണ്ട്. അപ്പൊ ഞങ്ങളെ എന്താ പറയാ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോ. അപ്പൊ ഞാൻ പറയല് എന്താ വെച്ചാല്, ഞാൻ അവളായപ്പോഴത്തേക്കും എനിക്ക് കുറച്ച്, പിന്നെ എന്റെ കെട്ടിയോൻക്ക് കുറച്ചൊക്കെ മുടി കാണിക്കാണ്ട് നടക്കണം ഇത്തരത്തിലുള്ള ലെവലിലായപ്പോ അൽഹംദുലില്ലാ ഞാൻ രക്ഷപ്പെട്ടതാണ് സംഭവം. അപ്പോ അങ്ങനെ വെച്ചാല് അപ്പൊ അവളും അത് പിന്നെ ഞാൻ ഇങ്ങനെ എപ്പോഴും തട്ടകുത്തി കണ്ട, അപ്പൊ അവള് അത് കണ്ട് പഠിച്ചത് കൊണ്ട് അവള് തട്ടിടാന്ന്. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോ നമ്മളായാലും നമ്മുടെ മക്കളെ കൂടെ പോയിട്ട് ഇങ്ങനെ തട്ടട് 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 എന്ന് പറയുമ്പോ ഓർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. നേരെ മറിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ നടന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാറ്, പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർക്ക് ഫോളോ ചെയ്യേണ്ട ആളുകളെ കാണിച്ചു കൊടുക്കുക. അവർക്ക് റോൾ മോഡല് നിങ്ങൾ എന്ത് ചെയ്യാറ്, ഞാൻ ഇവളുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറിയം മഷൂദ് എന്ന് പറയും. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബില്. ഖുർആനൊക്കെ നന്നായിട്ട് ഓതുന്ന മറിയം മഷൂദാണ്. അവള് ആ ചെറുപ്പം മുതലേ വെച്ചാല് സ്കൂള് പഠിക്കുന്ന മുന്നേ തന്നെ ഇവൾക്ക് ഇങ്ങനെ ആ ഒരു അവള് ഇതിങ്ങനെ ഖുർആൻ ഇങ്ങനെ ഇട്ട് കൊടുക്കായിരുന്നു.
ആ ഇട്ടുകൊടുക്കലിലാണ് അവളെ കണ്ടിട്ട് അതേപോലെ തന്നെ ഫാത്തിമ മിൻഹ. അപ്പോ ഫാത്തിമ മിൻഹ ഞങ്ങൾ ഒരുമിച്ച് കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളിടത്തുനിന്നൊക്കെ മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി ഇവള് ഫാത്തിമ മിൻഹനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കാണുന്നത്. അപ്പൊ അവളെ പരിചയപ്പെടുന്നു, പിന്നെ ഈ ഫോണിലായാലും അപ്പൊ അങ്ങനെയാണ് ഇവളത് ഫോളോ ചെയ്തത്. കാരണം അവര് ഫോളോ ചെയ്യുന്നത് സിനിമാ നടികളാണെങ്കിൽ അത്തരത്തിലാവാനാവും അവര് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിട്ട് അവരെ കണക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ റീൽസ് ഒക്കെ എടുത്ത് കാണുമ്പോൾ അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിലും ആ ഒരു ഫിഗർ കയറും. അപ്പൊ പിന്നെ അതുപോലെ ആവാൻ അവർ ശ്രമിക്കും. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും അത് കണ്ടു പഠിക്കും. അപ്പൊ ചിരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഈ ചിരി മായാന് നിങ്ങൾ സമ്മതിക്കരുത്. നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെ, ആ നിമിഷം അത് അനിവാര്യമാണ്, റബ്ബ് തന്നതാണ്, ഓക്കെ ഈ നിമിഷം ഇത് അനിവാര്യമാണ്, യെസ്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഹാപ്പി ആവുക, ഓക്കെ ആവുക. ഹാപ്പി ആവേണ്ടേ ഓക്കെ ആവേണ്ടതും ആ ഒരു എലമെന്റ് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളത്. ഞാൻ എന്താവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോ ഇപ്പോൾ കഴിഞ്ഞ സെഷനില് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ നിങ്ങൾ ആരെങ്കിലും ദേഷ്യപ്പെടുന്ന സമയത്ത്, എന്റെ ഗുരു പറഞ്ഞൊരു കാര്യം കേട്ടോ, ദേഷ്യപ്പെടുന്ന സമയത്ത് അല്ല, നിങ്ങളിപ്പോ ദേഷ്യമൊന്നും ഉണ്ടാവൂലേലോ, നല്ല കുട്ടികളായിക്കുന്നല്ലോ. പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡുമാര് ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാറിയോ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആ സമയത്ത് അവരുടെ ഫേസ് ഒന്ന് ഇരുന്ന് വരക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് എടുത്തിട്ടോ ഒന്ന് എഴുതുക, നിങ്ങളുടെ കണ്ണ് ഇങ്ങനെ ആയിരുന്നു, നിങ്ങളുടെ മുഖം ഇങ്ങനെ ആയിരുന്നു, നിങ്ങളുടെ മൂക്ക് ഇങ്ങനെ, ഇത്തരത്തിലായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവരൊന്ന് കൂളായി കഴിഞ്ഞ ശേഷം നിങ്ങൾ അതൊന്ന് വായിച്ചു കൊടുത്തു നോക്കിക്കേ. അങ്ങനെ 2-3 ദിവസം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നിങ്ങൾക്ക് അടി ഇങ്ങോട്ട് കിട്ടൂല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരറിയാണ്ട് വീഡിയോ എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, ലേറ്റസ്റ്റ് വേർഷൻ. അങ്ങനെ ആയിക്കഴിഞ്ഞാല് കാരണം അത്രയും വികൃതയിക്കാരം ദേഷ്യം വരുമ്പോ നമ്മുടെ മുഖം നമ്മൾ അറിയാഞ്ഞിട്ടാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ദേഷ്യത്തൊക്കെ കൺട്രോൾ ചെയ്യുക. പെട്ടെന്ന് പിടിച്ച് അമർത്താനൊന്നും ദേഷ്യത്തെ പറ്റൂല. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാച്ചാല് രാവിലെ എണീക്കുമ്പോ തന്നെ ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആവണം, എൻ്റെ കയ്യിലുള്ള ഈ ലൈറ്റ് ഞാൻ എല്ലാവർക്കും കൊടുക്കും, എൻ്റെ വീട്ടിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം, എൻ്റെ വീട് എൻ്റെ സ്വർഗ്ഗം ആവണം എന്ന് നിങ്ങൾ ഓരോരുത്തരും ആദ്യം തീരുമാനം എടുക്കാം. നിങ്ങൾ ഇങ്ങനെ സ്വയം മാറുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, അതായിട്ട് മാറും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞ്, ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു, മുടിയൊക്കെ കാണിച്ച് ഭയങ്കര മോഡേൺ ആയിട്ട്, അത്ര ഇസ്ലാമിക് പരമായിട്ടുള്ള കാര്യങ്ങളോടൊന്നും അത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ മോൾഡ് ചെയ്തെടുക്കാൻ നമ്മുടെ കാര്യങ്ങളും ഒക്കെ സെറ്റാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായതും. ഞാൻ തട്ടൊക്കെ കാണും, കാരണം ഇതൊക്കെ മോഡലായിട്ട് നടക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണോ, പലതും വാങ്ങിക്കൂട്ടണമെങ്കിൽ ഭയങ്കരമായിട്ട് വേണം. പക്ഷെ ആ ഒരു സാധനങ്ങൾക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, അതൊക്കെ കുറച്ചിട്ട് ആ എമൗണ്ട് ഒക്കെ ഞാൻ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെക്കും. അങ്ങനെയാണ് സാധാ ഒരു വീട്ടമ്മയായിട്ടുണ്ടായിരുന്ന ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ പെട്ടത് എന്നുള്ളതാണ്. അപ്പോ ഞാനും ഒരു വീട്ടമ്മയായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ ഒരു ഇന്റർനാഷണൽ മൈൻഡ് കോച്ചായി ഡാഫോഡിൽസ് ലേണേഴ്സ് അക്കാദമിയുടെ ഫൗണ്ടറായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് മാറ്റം വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നൈറ്റിൽ കിടക്കുമ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പതിയെ 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 നമ്മൾ ഇങ്ങനെ ഗ്രൗണ്ടഡ് ആവാൻ തുടങ്ങും, നമ്മൾ ഒതുങ്ങാൻ തുടങ്ങും. കുറെയൊക്കെ നമ്മൾ കൂൾ ആൻഡ് കാം ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യാൻ തുടങ്ങും. എപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കഷ്ടപ്പെട്ടിട്ടാ ചെയ്യുക, ഇതും കൂടെ ചെയ്യണല്ലോ അതും കൂടെ ചെയ്യണല്ലോ, ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒക്കെ ഒക്കെ എൻജോയ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ തുടങ്ങും. അതിന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആരും എന്ത് ചെയ്യണ്ട. നിങ്ങൾക്ക് എപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കണക്ട് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. എല്ലാവരെയും പോലെ കുറേ ജീവിക്കണ്, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നമ്മുടെ സമയങ്ങൾ കളയാൻ. സമയം എന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടതാ. പൈസ കൊടുത്താല് സമയം കളഞ്ഞിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ
പൈസ കൊടുത്ത് നമുക്ക് സമയം വാങ്ങാൻ ഒരിക്കലും പറ്റൂല. അപ്പൊ നമ്മൾ ഒരു ഡേ എങ്ങനെയാവണം, രാവിലെ എണീക്കുന്നത് മുതൽ നൈറ്റിൽ കിടക്കുന്നത് വരെ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് മൂവ് ആവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങളുടെ ടൈം എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചിട്ട്, കാരണം നിങ്ങൾക്ക് ഒരു ബുക്കൊക്കെ വേണം, നമ്മൾ അപ്ഡേറ്റ് ആവണം. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഞാൻ ഒരു ഹൗസ് വൈഫ്, പലരും പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് നിരാശപ്പെട്ടിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കണ്ടാവും, ഞാൻ വീട്ടമ്മയാണ് ഹൗസ് വൈഫാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ ഒന്ന് മാറി വീട്ടമ്മ ആയിക്കോട്ടെ, അത് ഏറ്റവും ബെസ്റ്റ് ജോബാണ്. കാരണം എല്ലാതും ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടു കൂടി. പക്ഷെ ഏത് വീട്ടമ്മമാർക്കും അവരുടെ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്ത് ചാടാനുള്ള അവസരങ്ങൾ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അറിഞ്ഞും അറിയാതെയും ചെയ്യാനുള്ള അവസരങ്ങൾ. ഞാനുണ്ടല്ലോ, ഞാൻ പഠിക്കുന്ന പലതും ഇവരാരും അറിയലില്ല. കാരണം ഓൺലൈനായിട്ടാണ് ഞാൻ കൂടുതലും പഠിക്കാം. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇതേപോലെ ചുളിവിൽ പഠിച്ചെടുക്കുന്നത് പല സംഭവങ്ങളുണ്ട് വീട്ടിൽ പറയാണ്ട്. കാരണം നമ്മൾ അപ്ഡേറ്റ് ആവുക, നമ്മൾ വളരുക, നമ്മൾ എന്താ ഒരു ശരിയായ മനുഷ്യൻ എന്താണ്, മനുഷ്യത്വം എന്താണ് നമ്മൾ ജീവിക്കണം എന്തിനാ? സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. എന്താണ് സന്തോഷം, എന്താണ് സമാധാനം, ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ തന്നെ ഇതൊക്കെ അറിയുള്ളൂ. അല്ലെങ്കിൽ നേരം വെളുക്കണ്, വൈകുന്നേരം ആവണ് ഉറങ്ങണ്, പിന്നെ നേരം വെളുക്കണ് വൈകുന്നേരം ആവണ് ഉറങ്ങണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ 2 ദിവസം ഒരുപോലെ ആവുന്നത് ഏറ്റവും ഇതാണ്. 2 ദിവസം ഒരുപോലെ ആവാന് നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത്. ഇന്നത്തേനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം നാളത്തേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം ഇത്തരത്തിലാവണം നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. ഇപ്പൊ ടു ഡു ലിസ്റ്റ് സെറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഇനിയിപ്പോൾ അതെന്ന്. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. രാവിലെ എണീക്കുന്നത് നല്ല രീതിയിൽ തന്നെ എണീക്കുന്നത്, നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ പോയി നല്ല ഹാപ്പി ആയിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിലെ മിടുക്കി എന്ന് പറയുന്നത് അടുക്കളയിലെ കാര്യങ്ങൾ ഇന്ന ടൈം ആവുമ്പോഴത്തേക്ക് തീർക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുക്കളയ്ക്ക് ഇറങ്ങാൻ. അല്ലാണ്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ കിടന്ന് തിരിയണം എന്നുള്ളത് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറോ, ഇന്ന സമയത്തിനുള്ളിൽ എന്റെ ജോലി കാര്യങ്ങളൊക്കെ തീർക്കും എന്ന് ആദ്യം തീരുമാനാക്കുക. ആ തീരുമാനാക്കിയിട്ട് ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് ആ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് തന്നെ ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് നമ്മൾ ആ റബ്ബിനെ കണക്ട് ചെയ്തൊന്നിങ്ങനെ ഇരുന്ന് സന്തോഷത്തോട് കൂടിയിട്ട് ഒന്ന് ആ ഒരു ഇത് ഇരുന്നിട്ട് എന്നിട്ട് ആ ബാങ്ക് ഒന്നിങ്ങനെ കേൾക്കുന്നത്. ആ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ അതിലൊന്ന് മെഡിറ്റേറ്റഡ് ആയിട്ടൊന്ന് കാമായിട്ട് ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഒക്കെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കേ ആ സുഖം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ആ ബാങ്ക് കൊടുക്കണ, ആ നിസ്കരിച്ചണല്ലോ, ആ പോണല്ല ഇത്തരത്തിലായിരിക്കും ചിന്ത ഉണ്ടാവുക. അല്ലെങ്കിൽ അസ്റാൻ കൊടുക്കാൻ ഇനിയും ഉണ്ടല്ലോ സമയം, അപ്പോഴത്തേക്ക് പോയാൽ മതി. അപ്പൊ ഇത്തരത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് എല്ലാം ബാലൻസ് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഉമ്മമാരായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. യെസ്, ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻഷാല്ല അടുത്ത സെഷൻ എന്നാണെന്നുള്ളത് ഞാൻ അവിടെ പറയുന്നുണ്ട്. കാരണം നമുക്ക് ഇന്ന ദിവസങ്ങളിലൊക്കെ കൊടുക്കാം എന്നതിനെ കുറിച്ചൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. കാരണം ഇപ്പം പ്രീമിയം ക്ലബ്ബ് അല്ല, വിന്നേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ട്രെയിനേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോൾ എനിക്ക് കൂടുതലും കുട്ടികളുടെ കൂടെയാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. എനിക്ക് ഇഷ്ടം. പിന്നെ നമ്മുടെ കുട്ടികളുടെ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആ പാരൻസ് ഉണ്ടാവും. റംലാൻ ആയതുകൊണ്ട് തന്നെ റംലാൻ ആവുമ്പോൾ നൈറ്റിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് റംലാൻ കഴിഞ്ഞിട്ടാക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആരുടെങ്കിലും മക്കൾക്ക് വായിക്കാനും എഴുതാനൊക്കെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ പാരൻസ് ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കൈകളിൽ ഏൽപ്പിക്കാം. ഞാൻ അവരെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കും എന്നുള്ളത് 100%, 100 101% ഉറപ്പാണ്. കാരണം 5 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. അതുപോലെ തന്നെ 1-ാം തീയതി നമ്മുടെ മെഡിറ്റേഷന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. കാരണം അത് നിങ്ങളുടെ അകത്തെ ലോകത്തേക്കുള്ള ഒരു യാത്രയാണ് മെഡിറ്റേഷൻ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും PM കണക്ട് ചെയ്യാം. അപ്പൊ ഇൻഷാല്ല അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, താങ്ക് യു സോ മച്ച്.